everybody. എല്ലാവർക്കും സുഖാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ലോക്ക്ഡൗൺ ടൈമിൽ എനിക്ക് കുറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെസ്സേജസ് ആണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചിലത് പറയും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മെസ്സേജസ് ആയിരിക്കും, അതായത് എൻ്റെ ഈ പോസ്റ്റ് കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനത്തെ മെസ്സേജസ് വരാറുണ്ട്. പിന്നെ കുറച്ച് മെസ്സേജസ് വരുന്നത് പോസിറ്റീവായിട്ട് എങ്ങനെ ഇരിക്കാം. ഈ ഒരു ലോക്ക്ഡൗൺ ടൈം ഡെഫിനറ്റ്ലി കുറേ പേർക്ക്, എനിക്ക് ഇൻക്ലൂഡിങ്, എല്ലാവർക്കും ചാലഞ്ചിങ് ആണ്. ലോകത്തെ ഏറ്റവും ഹാപ്പിയസ്റ്റ്, ഏറ്റവും റിച്ചസ്റ്റ് ആൾ, ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആൾ അങ്ങനെയൊന്നുമില്ല. ദുഃഖം എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉള്ളതാണ്. അത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. ഈ ഇരിക്കുന്ന പേളി മാണി ഫുൾ ടൈം ഹാപ്പി അല്ലാന്ന് നിങ്ങൾ ബിഗ് ബോസ് ഒന്നും കൂടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മോങ്ങി മാണി എന്ന് വരെ എനിക്ക് പേര് വന്നിട്ടുണ്ട്. സത്യം, ചിരിക്കണ്ട, നിങ്ങൾ ചിരിക്കണ്ട. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സങ്കടം എന്ന് പറയുന്നത് ഒരു തെറ്റുമില്ല. ഈ കരയുക എന്ന് പറയുന്നത് ഒരു തെറ്റുമില്ല. ജനിച്ച് വീഴുന്ന കുഞ്ഞ് കരങ്ങില്ലെങ്കിലാണ് പ്രശ്നം, അല്ലേ? അയ്യോ ഡോക്ടർ, ഈ കൊച്ചു കരയുന്നില്ല, അപ്പം അമ്മയ്ക്ക് ടെൻഷനാവും. അതുകൊണ്ട് കരച്ചൽ എന്ന് പറയുന്ന സാധനമാണ് നമ്മൾക്ക് ജീവനുണ്ട് എന്ന് ഫസ്റ്റ് ദൈവം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സാധനമാണ്. കണ്ടില്ലേ, സത്യം. ഫോൺ വരെ കരയുമ്പോഴാണ് എനിക്കറിയുന്നത് ഇതിന് ചാർജ് ഉണ്ടെന്ന്. മനസ്സിലായില്ലേ? അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, എങ്ങനെ സന്തോഷമായിട്ടിരിക്കാമെന്നൊന്നും എനിക്ക് പറഞ്ഞാൽ അറിയില്ല. പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും സന്തോഷമായിട്ടൊന്നുമല്ല ഇരിക്കുന്നത്. ദർ ആർ ടൈംസ് വെൻ ഐ ഫീൽ ലോ. അതായത് ചിലപ്പം ആരെങ്കിലും എന്നെ വഴക്ക് പറഞ്ഞാൽ അയ്യോ എന്തിനാ അവർ വഴക്ക്, എന്നെ ഇഷ്ടമുള്ളവർ എന്നെ വഴക്ക് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. അതേ സമയത്ത് എന്നെ ഇഷ്ടമുള്ളവർ എന്നെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞാലോ എന്നെ അവോയ്ഡ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം വരും. എനിക്ക് ഭയങ്കര ദുഃഖമായിരിക്കും, അന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. അപ്പം ഇതൊക്കെ നോർമലാണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കി. ഇതൊന്നും സത്യം പറഞ്ഞാൽ മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനത്തെ ഫീലിങ്സ് ഉള്ളൂ. വാട്ട് ഈസ് പോസിറ്റീവ് തിങ്കിങ്, വാട്ട് ഈസ് നെഗറ്റീവ് തിങ്കിങ് എന്ന് വെച്ചാൽ, കുറേ നെഗറ്റീവായിട്ടുള്ള, അതായത് ചീത്തയായിട്ടുള്ള കുറേ ചിന്തകൾ കൂടി 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 വരുമ്പോഴാണ് അതിന് ഭയങ്കര നെഗറ്റീവ് തോട്ട്സിന് ഒരു കൂമ്പാരമാണ് സങ്കടം എന്ന് പറയുന്നത്. അതിനെയാണ് നെഗറ്റീവ് തിങ്കിങ്, അല്ലെങ്കിൽ അതിനെയാണ് ചിലപ്പോൾ നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഒരു നെഗറ്റീവ് വൈബിലാണ് അയാൾ എപ്പോഴും എന്ന് പറയും. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പം ചില ആൾക്കാരെ കണ്ടിട്ട് നമ്മൾ അവൻ എപ്പോഴും സങ്കടത്തിലാടാ എന്ന് പറയും. ചിലപ്പോൾ അവൻ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റിൽ സങ്കടപ്പെട്ടതായിരിക്കും, അവൻ അതിൽ നിന്ന് ഓവർകം ചെയ്യാണ്ട് ഹീ ജസ്റ്റ് ബിക്കെയിം എ ബിറ്റർ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ, പലരും ഉണ്ട് ചില കാര്യങ്ങൾ മറക്കില്ല. പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പിന്നെയും പിന്നെയും അത് ആലോചിച്ച് അത് മനസ്സിൽ വെച്ച് അത് ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും ലൈഫ് ലോങ്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ കാരണം എന്താണെന്ന്. ഇപ്പം പലർക്കും പല റീസൺ ഉണ്ടാവും. ചിലവർക്ക് ഒരാളായിരിക്കും ഒരു റീസൺ, ചിലവർക്ക് ഒരു കരിയർ ഇങ്ങനെയാണ്, എൻ്റെ ലൈഫിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ എൻ്റെ കരിയർ പോകുന്നില്ല, അതായിരിക്കും ചിലവർക്കൊരു കാര്യം. ചിലവരുടെ റീസൺ എന്ന് വെച്ചാൽ എനിക്ക് മാർക്സ് കിട്ടുന്നില്ല, എനിക്ക് എത്ര പഠിച്ചിട്ടും എനിക്ക് മാർക്സ് കിട്ടുന്നില്ല, അതായിരിക്കും. ചിലവർക്കൊരു ബ്രേക്കപ്പ് ആയിരിക്കും ഒരു റീസൺ എന്ന് പറയുന്നത്. അങ്ങനെ പലർക്കും പല പല റീസണിന് സങ്കടപ്പെടാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എനിക്കൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ മുടിയായിരുന്നു. കെൻ യു ബിലീവ് ഇറ്റ്? യു ഹാവ് ടു. സത്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അടുത്ത് ഞാൻ ഇതുവരെ പറയാത്തൊരു കഥ പറയാം. ചെറുപ്പത്തിൽ എൻ്റെ മുടി ഇങ്ങനെ ആയിരുന്നെങ്കിലും ഇപ്പോഴാണ് ഈ മുടിക്കൊരു വിലയുള്ളത്. ചെറുപ്പത്തിലൊക്കെ എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു. കീപ്പിരി കാപ്പിരി എന്ന് വിളിക്കും എല്ലാവരും എന്നെ കളിയാക്കും. ഞാൻ അത് പല്ല് ചലിച്ചല്ല, എൻ്റെ അനിയത്തി അവിടെ ഇരുന്നിട്ട് മറ്റുള്ളവരുടെ സങ്കടം കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. അപ്പം ഞാൻ പറയാം, അപ്പം ഞാൻ എൻ്റെ മുടി എപ്പോഴും ഇങ്ങനെ കേട്ടോ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, എൻ്റെ വിചാരം ഞാൻ ഭയങ്കര സംഭവമാണെന്നാണ് അന്നും ഇന്നും. ഓക്കെ, അതിലൊരു മാറ്റമില്ല. പക്ഷെ എൻ്റെ മുടിക്ക് അന്ന് ഇത്രയും നീളമൊന്നുമില്ല കേട്ടോ. എങ്ങനെ ഇട്ടാലും എന്താ ഇങ്ങനെ നല്ല ഇങ്ങനെ എന്നിരിക്കും. അപ്പം ഞാൻ ഈ ഭംഗിയാവാനൊക്കെ ശ്രമിക്കുമ്പോഴും എന്തൊക്കെ ചെയ്താലും, മറ്റേ പെൺകുട്ടികളൊക്കെ പട്ടുപാവാട ഇട്ടിട്ട് മുടിയൊക്കെ ഇങ്ങനെ പിന്നി അഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്നൊരു മുടിയും പട്ടുപാവാട. പക്ഷെ മുഖത്തൊക്കെ ഭയങ്കര എന്തൊക്കെയോ എക്സ്പ്രഷനൊക്കെ വെച്ച് സുന്ദരിയ. എനിക്ക് ആറ്റിറ്റ്യൂഡൊന്നും ഉണ്ടായിരുന്നു. ഞാനപ്പം സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. സെക്കൻഡ് സ്റ്റാൻഡേർഡ് തൊട്ട് ഞങ്ങൾ സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം. ഞാൻ ഗേൾസ് സ്കൂളിൽ പഠിച്ചപ്പോൾ അങ്ങനെ അധികം ബോയ്സിനെ കാണാൻ കിട്ടത്തില്ല. ക്ലാസ്സിൽ 4-5 ഉണ്ടാവും. പക്ഷെ അതൊക്കെ LKG തൊട്ട് കാണുന്നതുകൊണ്ട് എനിക്കൊരു വിലയില്ലായിരുന്നു. പക്ഷെ സൺഡേ സ്കൂളിൽ പോയപ്പോൾ പുതിയൊരു പയ്യനിങ്ങനെ, അവനെ ഞാൻ മിണ്ടേയില്ല, അവൻ വേറെ ക്ലാസ്സിലാണ്, അവൻ എന്നേലും ഒരു സീനിയർ എന്തുവാ. 8th സ്റ്റാൻഡേർഡ് വരെ ഞാൻ അവനെ നോക്കും, പക്ഷെ അവൻ എന്നെ നോക്കേയില്ല. അതാണ് വേറൊരു പ്രശ്നം. പക്ഷെ ഞാൻ അവനെ ഡെയിലി നോക്കും. ഇപ്പം സൺഡേ ഒരു ദിവസം, അതും 1 മണിക്കൂറിൽ ഒരു അര മിനിറ്റ് കിട്ടി. ഞാനിങ്ങനെ നോക്കി അവസാനം ഇൻറ്റൻസി കോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അന്ന് ഞാൻ അവൻ്റെ ഗ്രൂപ്പിൽ എന്തോ ആയി, അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരേ ഗ്രൂപ്പിൽ, അവൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഞാൻ കയറി. അങ്ങനെയൊക്കെ അവസാനം എല്ലാവരും കൂടി എന്നെ കളിയാക്കുന്ന സമയത്ത് അവൻ എന്നെ കാപ്പിരി എന്ന് വിളിച്ചടാ. ഓ, ആ കാപ്പിരി എവിടെ എന്നൊക്കെ എൻ്റെ 4ാം ക്ലാസ് 2ാം ക്ലാസ് തൊട്ടുള്ള പ്രണയമാണ്. അന്ന് പൊട്ടി കരഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഡാഡി ഞാനെന്താ എങ്ങനെയായിപ്പോയി ഡാഡി,
എല്ലാവൊക്കെ വിട്ടു കേട്ടാ. അന്നത്തോടെ എനിക്ക് അവനുള്ള വില പോയി. സോ ബേസിക്കലി ലൈഫിൽ ഇങ്ങനത്തെ തകർച്ചകളൊക്കെ വരും. ഞാൻ ഡിപ്രഷൻ അന്നേ അനുഭവിച്ചാണ്, യുനോ. അപ്പം ഇത് എനിക്ക് സൺഡേ സ്കൂൾ മാത്രമല്ല കേട്ടോ, സ്കൂളിൽ ടീച്ചേഴ്സ് എന്നെ കളിയാക്കും. തമാശയ്ക്ക് ടീച്ചേഴ്സിന് ജോക്കേ ഇല്ലെങ്കിൽ അവരാദ്യം എന്നെ വിളിക്കും, കാപ്പരി ചുരുള. എന്നിട്ട് എൻ്റെ മുടി ഞാനിങ്ങനെ പിന്നിടും. ആകെപ്പാടെ ഇത്ര മുടിയേ ഉള്ളൂ. ഇത് പിന്നിടുമ്പോൾ ഭയങ്കര വേദനയാണ്, ബിക്കോസ് ടൈറ്റായിട്ടേ. എന്നിട്ട് ഇവിടെ ആയിരിക്കും റിബൺ, ഇവിടെ നിന്ന് തീരുമല്ലോ. അപ്പം ഇങ്ങനെ വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പം ടീച്ചേഴ്സൊക്കെ അത് വന്ന് വലിച്ചു നോക്കും, പിടിച്ചു നോക്കും. പിള്ളേരെ പിന്നെ പറയണ്ട. പിള്ളേർക്ക് എൻ്റെ ബാക്കിൽ ഇരിക്കുന്ന കൊച്ചുങ്ങളുടെ പെൻസിലും റബ്ബറും വെക്കാനുള്ള ബോക്സാണ് എൻ്റെ തല. കുത്തി കുത്തി വെക്കും. എന്നിട്ട് ഓരോ പീരീഡ് ആകുമ്പോൾ പാടി ഒരു മിനിറ്റ് പെൻസിലൊന്നും എടുത്തോട്ടെ എന്നിട്ട് എൻ്റെ മുടി നിന്നൊക്കെ എടുക്കും. പക്ഷെ എനിക്കല്ലേ അറിയൂ ഞാൻ ഒരു സംഭവമാണെന്ന്, മനസ്സിലായില്ലേ? ഇതുകൊണ്ടാണ് അവർ പറയുന്നത് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ദ കവർ. അപ്പം എനിക്ക് എൻ്റെ മുടി ഇഷ്ടമല്ലായിരുന്നു. 10ാം ക്ലാസ് ഒക്കെ ആവുന്ന സമയത്താണ് ഈ സ്ട്രെയിറ്റനിങ് ആ സാധനമൊക്കെ എനിക്ക്. എൻ്റെ മമ്മി ഡെയിലി എല്ലാ മാസവും ഹെന്ന ഇടാനായിട്ട് പോകും. അപ്പോൾ ആ ആൻറ്റി പറഞ്ഞു മോക്ക് വേണമെങ്കിൽ ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്ത് തരാം. അപ്പോൾ എനിക്കിങ്ങനെ തലയിൽ ഒരു ബൾബൊക്കെ കത്തി. എൻ്റെ മുടി മാറ്റാൻ പറ്റുമോ? അപ്പോൾ ഈ ഭാരം എൻ്റെ നിന്ന് മാറ്റാൻ പറ്റുമോ? മാറ്റിത്തരൂ ആൻറ്റി. നൂർജഹാൻ എന്നാണ് ആൻറ്റിയുടെ പേര്. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു ഡാഡി സിമ്പിൾ 2000 rupees അങ്ങനെ അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് എൻ്റെ ലൈഫ് ഡാഡിക്ക് വേണമെങ്കിൽ ഒരു പൈസ തന്ന് എൻ്റെ ലൈഫേ മാറ്റാം എന്നൊക്കെ പറഞ്ഞു. ഡാഡി പറഞ്ഞു നോ എന്ന് പറഞ്ഞു. അന്നാണ് ഞാനും ഡാഡിയായിട്ട് അടിച്ച് പിരിഞ്ഞ സീൻ. മറ്റേ തിലകനും ലാലേട്ടനും അടിച്ചു പിരിയില്ലേ, ഞാൻ അന്ന് ആട് തോമയായിരുന്നു. ചെകുത്താൻ രാത്രി മുഴുവൻ കരച്ചില്. ഡാഡിക്ക് എൻ്റെ മനസ്സിലൊക്കെ. എന്നിട്ട് എനിക്ക് പിന്നെ ഡാഡി ഇങ്ങനെ നോന്ന് മാത്രമേ പറയുള്ളൂ. ഹീസ് നോട്ട് ടെലിംഗ് മീ വൈ അങ്ങനെ. I said it's just a hair but it'll make a huge difference. എൻ്റെ ലൈഫിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാക്കും ഡാഡി, പ്ലീസ് ഡാഡി മനസ്സിലാക്കണം. മമ്മി ഓക്കെ ആയിരുന്നു, മമ്മിക്ക് പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നായിരുന്നു. വീട്ടിൽ കുറേ പിള്ളേരുള്ളതുകൊണ്ട് ഇതിങ്ങനെ അടങ്ങിയിരിക്കുമെങ്കിൽ അതൊന്നും ചെയ്ത് കൊടുക്കുക അങ്ങനെയായിരുന്നു. പക്ഷെ ഡാഡി കുറച്ചും കൂടി ലോജിക്കലി തിങ്ക് ചെയ്തു. യു ഷുഡ് സ്റ്റാർട്ട് ലവിങ് യുവർ സെൽഫ് ദ വേ യു ആർ. അതാണ് ഡാഡി പറഞ്ഞത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് ഒന്നും മനസ്സിലായില്ല. പിന്നെ ഡാഡിയുടെ അടുത്ത് ഞാൻ സ്നേഹത്തിൽ പറഞ്ഞു നോക്കി. അതായത് ഡാഡി സത്യം പറയാമല്ലോ ഈ സിമ്പിളാട്ടോ ഡാഡി ഈ പ്രോസസ്സ്, മുടിക്ക് ഡാമേജ് ഒന്നും ഇല്ല എന്നൊക്കെ കാണിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഡാഡി വേറെ ഒരു കാര്യം ചെയ്യും, എൻ്റെ സേവിങ്സ് ഒരു 300 രൂപ ഉണ്ട്, അത് ഡാഡി കുറച്ച് ഡിസ്കൗണ്ട് ആയിട്ടിട്ട് അങ്ങനെയൊക്കെ പല രീതിയിൽ ഞാൻ പറഞ്ഞു. പിന്നെ ഡാഡി എൻ്റെ അടുത്ത് പറഞ്ഞു സാറാ നിന്നെ ദൈവം ഉണ്ടാക്കിയത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എനിക്ക് 2 എനിമീസായി. നേരത്തെ ദൈവമേ എന്നൊക്കെ. പിന്നെ എനിക്ക് മനസ്സിലായി ഡാഡി എന്തോ പറഞ്ഞു ഉദ്ദേശിക്കുന്നുണ്ട്, ഇനി ഒന്ന് കേട്ടു നോക്കാം വാട്ട് ഇസ് ഹി സേയിങ് എന്ന്. ഞാൻ കേട്ടു നോക്കും. അപ്പോൾ ഡാഡി പറഞ്ഞു സാറാ നിന്നെ ദൈവം ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്, ചുരുണ്ട മുടി വെച്ചിട്ടാണ്. അത് റേച്ചലിന് എൻ്റെ അനിയത്തിക്കാണെങ്കിൽ സിൽക്കി സ്ട്രെയിറ്റ് ഹെയർ, ഓപ്പോസിറ്റ് ആണ്. അത് കമ്പനിക്ക് പോലും ഒരാളില്ല വീട്ടിൽ, മനസ്സിലായില്ലേ? അപ്പം എൻ്റെ മുടി മാത്രം ചീവാൻ പാടാണ്, രാവിലെ എനിക്ക് മാത്രം 1/2 മണിക്കൂറാണ് ചീവാൻ. റേച്ചലൊക്കെ ചീവി സോക്സ് ഇട്ട് ലിപ്സ്റ്റിക്കും ഇട്ട് ഓട്ടോക്കകത്തിരിക്കുമ്പോൾ ഞാൻ അപ്പോഴും മുടി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മമ്മിയാണ് ചീവ, അത് വേറെ കാര്യം. അപ്പം ഈ മുടിയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. സോ ഡാഡി പറഞ്ഞു യു നീഡ് ടു സ്റ്റാർട്ട് ലവിങ് യുവർ ഹെയർ, യു നീഡ് ടു അക്സെപ്റ്റ് യുവർ സെൽഫ് ദ വേ യു ആർ. ഇതെനിക്ക് ഭയങ്കര ടഫായിരുന്നു. ബിക്കോസ് എനിക്ക് ഇത്രയും നാൾ ഇഷ്ടമല്ല എന്ന് എൻ്റെ മനസ്സിനോട് ഞാൻ തന്നെ പറഞ്ഞു നടന്ന ഒരു സാധനം ഇനി മൊത്തം പ്ലേറ്റ് മാറ്റാം. ഐ നീഡ് ടു സ്റ്റാർട്ട് സെയിങ് ഐ ലവ് മൈ ഹെയർ. ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്ന എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. ബിക്കോസ് ഫ്രം ഐ ഡോണ്ട് ലൈക്ക് ടു ഐ ലവ്. ലൈക്ക് പോലും അല്ല, ലവ് ആക്കണം. ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതായത് നമ്മൾ ജിമ്മിൽ പോകുമ്പം ഇപ്പം എനിക്ക് 80 കിലോ ആണ്, അത് 75 ആക്കണമെങ്കിൽ ജിമ്മിൽ പോകണം, വർക്കൗട്ട് ചെയ്യണം. ആദ്യം വർക്കൗട്ട് ചെയ്യുമ്പം എത്രയാവും? 75 ആവോ? ഇല്ല, ഫസ്റ്റ് ഡേ ചിലപ്പോൾ ഒരു 300 ഗ്രാം കുറഞ്ഞെന്നിരിക്കും. അത് തിരിച്ച് വീട്ടിൽ വന്നൊരു ബിരിയാണി അടിച്ചാൽ അതിനേലും അപ്പുറം കൂടും അല്ലേ? അതാണ് ജിമ്മിൽ പോകുന്നവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും, ബിക്കോസ് എനിക്ക് സ്ഥിരം പറ്റുന്നതാണ്. പക്ഷേ മനസ്സും ഇതുപോലെയാണ്. മനസ്സിനെ നമ്മൾ ആദ്യം നന്നാക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ഇട്ട് എത്ര സെക്കൻഡ് സ്റ്റാൻഡ്, ചെറുപ്പം തൊട്ടേ എനിക്ക് മുടി ഇഷ്ടമല്ല. കാരണമുണ്ട്, ടീച്ചേഴ്സ് കളിയാക്കുന്നു, അവർ കളിയാക്കുന്നു. എനിക്ക് പല ഡാൻസ് കോമ്പറ്റീഷനിലും എന്നെ എടുക്കില്ല. അവർ പറയും പേളിയുടെ മുടിയൊന്നും ഇതിന് നമുക്ക് സെറ്റ് ആവില്ല, കുറച്ചും കൂടി നീളം മുടിയുള്ള പിള്ളേർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേ നെവർ ചൂസ് മീ ബിക്കോസ് ഓഫ് മൈ ഹെയർ അങ്ങനെ പറയും. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് സെയിങ് ഐ ലവ് മൈ ഹെയർ. ഓക്കെ, ഐ സ്റ്റാർട്ടഡ് സെയിങ് ഐ ലവ് മൈ ഹെയർ ഇസ് ബ്യൂട്ടിഫുൾ, ഐ ലവ് മൈ ഹെയർ എന്നൊക്കെ എൻ്റെ കണ്ണാടി നോക്കി ഐ സ്റ്റാർട്ടഡ് സെയിങ്. ഇത് ഡാഡി എന്നെ പഠിപ്പിച്ചത്. സോ ഐ സ്റ്റാർട്ടഡ് സെയിങ് ദിസ്. ഒരു 11th 12th ഒക്കെ ആയപ്പോഴേക്കും I actually started loving my hair the way it was, and I was getting comfortable with my hair. അതുവരെ ഞാൻ അങ്ങനെ അഴിച്ചൊന്നും ഇടില്ല, എപ്പോഴും കെട്ടി. ഇഫ് യു സീ മൈ ചെറുപ്പത്തിലെ ഫോട്ടോസ്, ഞാൻ എപ്പോഴും കെട്ടിയാണ് വെക്കുക. കെട്ടിയെന്ന് വെച്ചാൽ ഒട്ടിച്ച് ചപ്പിച്ച് ഇങ്ങനെ ചീവി വാരി നീട്ടി ഇങ്ങനെയാണ് കെട്ടുക.
then I started leaving my hair open. I started enjoying the look. അപ്പോഴും ആൾക്കാർ കളിയാക്കും. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഡാഡി എനിക്ക് പറഞ്ഞു തന്നൊരു ടിപ്പാണ്, when somebody makes fun of you, when someone insults you, just say thank you. വെറുതെ ദേഷ്യത്തിട്ട് താങ്ക് യു എന്ന് പറയരുത്, താങ്ക് യു എന്ന് പറയാം. സോ ഇമാജിൻ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ നോക്കിയിരിക്കുകയാണല്ലോ, ജസ്റ്റ് സേ പേളി നിന്നെ കാണാൻ കൊള്ളില്ല എന്ന് വെറുതെ നിങ്ങൾ സ്ക്രീനോട് പറയണം. ഞാൻ 1 2 3 പറയുമ്പോൾ നിങ്ങളൊന്ന് സ്ക്രീനിൽ പറയാം, അപ്പം അതിൻ്റെ റിപ്ലൈ ഞാൻ തരാം. ഓക്കെ, 1 2 3. നിങ്ങളോട് ഞാൻ പറയാൻ പറഞ്ഞ ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും കൂടി പറഞ്ഞേ താങ്ക് യു സോ മച്ച്. സത്യം പറയാലോ, താങ്ക് യു. ഇത്രയും സത്യസന്ധമായിട്ട് ആദ്യമായിട്ട് തന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് കാര്യങ്ങൾ പറയുന്നത്. സത്യം പറയാം, നിങ്ങളാണ് എൻ്റെ റിയൽ ഫ്രണ്ട്സ്. താങ്ക് യു. ഇന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. സത്യം പറയാം, ഇനി നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾ എന്നെ ഇനി കളിയാക്കും. ബിക്കോസ് എനിക്ക് കൊണ്ടില്ല. ഈ ടച്ച് മീ നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട്, അറിയില്ല? ടച്ച് മീ നോട്ട്, തൊട്ടാവാടി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. തൊട്ടത് എന്ത് ചെയ്യും? അയ്യോ എന്നെ തൊടല്ലേ എന്ന് പറഞ്ഞിട്ട് അത് അണങ്ങി പോകും. ഇതേപോലെയാണ് പല മനുഷ്യരും. അവരെ തൊട്ട അപ്പം അവർ കൊയിൻ വാടിപ്പോവും. ശരിക്കും ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായ ഞാനിങ്ങനെ അണയും. പക്ഷെ ടച്ച് മീ നോട്ടിനൊരു ഗുണമുണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ അത് തുറന്നു വരും. ലോകം ഈ വാഴേനൊന്നും ആരും പോയി തൊടുന്നില്ല. ഈ ഓല പോയിട്ട് ആരെങ്കിലും ഇങ്ങനെ തൊടും. ഓലേനെ എത്തൂല, അത് വേറെ കാര്യം. വാഴയെ പോയിട്ട് ആരെങ്കിലും ഇങ്ങനെ തൊട്ടോണ്ടിരിക്കും ആരെങ്കിലും? ഇല്ല, ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് റിയാക്ട് ചെയ്യാത്ത മനുഷ്യരെ ആരും പോയി ഉപദ്രവിക്കില്ല, ഒരു പരിധിക്ക് അപ്പുറം ചൊറിയില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയി ഒന്ന് ചൊറിയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ മനുഷ്യർക്ക് പൊതുവെ ഈ ചൊറിയുന്ന സ്വഭാവം ഉണ്ടെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അല്ല, നീ ചിരിക്കാം, നിനക്ക് ഏത് കാറ്റഗറിയിലാണ് നീ ആദ്യം ഡിസൈഡ് ചെയ്യും. നമ്മളും ചൊറിയാറൊക്കെ ഉണ്ട്, അപ്പം നമ്മളും പുണ്യവാളം പോലെന്നുള്ള ചൊറിയുന്നതിന് ഞാൻ എക്സ്പെർട്ടാണ്, അത് വേറെ കാര്യം. അപ്പം നമ്മൾ ചെയ്യാനുള്ളത്, ലോകത്തെ നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. യു കാൻ ഗോ ആൻഡ് ചേഞ്ച്. എടാ ഇനി എന്നെ നീ കളിയാക്കരുത് എന്ന് പറഞ്ഞ് അവനെ നന്നാക്കുമ്പോഴായിരിക്കും പുതിയൊരുത്തം വരുന്നത് ലൈഫിൽ, അല്ലേ? സോ വി കാൻ ചേഞ്ച് ദ വേൾഡ്. വാട്ട് വി കൻ ചേഞ്ച് ഇസ് അവർ സെൽഫ്സ്. നമുക്ക് ആരെയും മാറ്റാനൊന്നും പറ്റില്ല, അതൊക്കെ നമ്മുടെ വെറുതെ വിചാരമാണ്. നമുക്ക് ആകപ്പാടെ ഒന്നും മാറ്റാൻ പറ്റുന്ന ഒരേ ഒരാൾ നമ്മൾ മാത്രമേ ഉള്ളൂ. സോ ട്രൈ ടു ചേഞ്ച് യുവർ സെൽഫ്. വാട്ട് ഇസ് ചേഞ്ച് യുവർ സെൽഫ്? വേറെ തന്നെയല്ലേ ഇപ്പം പറഞ്ഞത്, യു ഷുഡ് അക്സെപ്റ്റ് യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ് ദ വേ യു ആർ. അപ്പോൾ എന്തിനാണ് ഞാൻ ചേഞ്ച് ചെയ്യണേ എന്ന് ചോദിച്ചാൽ അടിച്ച് ഞാൻ ഷേപ്പ് ചെയ്യാൻ മാറ്റും. ഞാൻ എന്താ പറഞ്ഞത്? മുടി മാറ്റാൻ നോക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സ്വഭാവം നമ്മൾ മാറ്റണം, കുറച്ചൊക്കെ മാറ്റണം. നമ്മൾ സ്ട്രോങ് ആവണം. നമ്മൾ ലൈഫിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യില്ല, ഒരു വാറിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ വേണം നമ്മൾ ലൈഫിൽ പ്രിപ്പയർ ചെയ്യാൻ. എന്തു സംഭവിക്കാം. വാറിന് നമ്മളെങ്ങനെ പ്രിപ്പയർ ചെയ്യുക? നമ്മൾ നല്ല വർക്കൗട്ട് ചെയ്യും, നല്ല കർത്തിയാണെങ്കിൽ നല്ല കർത്തീനെങ്കിലും നമ്മൾ മൂർച്ചയാക്കും, അങ്ങനെ പല സാധനങ്ങൾ നമ്മൾ ചെയ്യും വാറിന് പോകുമ്പോൾ. പക്ഷെ ഇപ്പം ഇവിടെ ആരും നമ്മളെ അടിക്കില്ല. നമുക്ക് മനുഷ്യരൊന്നും നമ്മൾ വന്നിട്ട് തല്ലാനൊന്നും പറ്റില്ല. അവർക്ക് നമ്മളെ തല്ലാൻ പറ്റുന്ന ഒരേ ഒരു രീതി ഇമോഷണലിയാണ് അറ്റാക്ക് ചെയ്യാൻ പറ്റുക. ആണോ അല്ലേ? വാക്കുകളുണ്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതായത് നന്നായിട്ട് പഠിക്കുന്ന ഒരുത്തന് പറയും ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അവൻ വെറും പൊട്ടനാണെന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചർ ചിലപ്പോൾ ഒരു കമൻ്റ് അടിക്കും. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന പയ്യൻ പറയും അയ്യോ ടീച്ചർ പറഞ്ഞ് ഞാൻ പൊട്ടനാണെന്ന്. ഹൗ കുഡ് ഷീ എന്ന് പറഞ്ഞിട്ട് അവൻ അന്ന് തൊട്ട് അവൻ്റെ വിചാരം അവൻ പൊട്ടനാണെന്നാണ്. ഇഫ് ഹി റിയലി റെസ്പെക്ട്സ് ദാറ്റ് ടീച്ചർ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ടീച്ചേഴ്സ് വരെ ചിലപ്പോൾ നമ്മൾ ട്രിഗർ ചെയ്യും. ചിലപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയായിരിക്കും ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, മൂത്തത് പിന്നെയും പഠിക്കും, ചെറുതിനെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് ചില പാരൻസ് തമാശക്കായിരിക്കും പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് കൊള്ളും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാരൻസിനെ ചിലപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇനി എങ്ങനെ ഈ പാരൻസ് കാണുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളൂ, ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയരുത്. കൊച്ചുങ്ങളൊന്നും പറ്റും, അവരത് വിശ്വസിക്കും. ബിക്കോസ് അവൻ്റെ അച്ഛനും അമ്മയാണ് ഈ പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ പാരൻസിനത് വിട്, പാരൻസിനോട് നമുക്കിപ്പോൾ നമ്മളെങ്ങനെ സ്ട്രോങ് ആവാമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കണം. യു ഷുഡ് ബിക്കം ഫ്രണ്ട്സ് വിത്ത് യുവർ സെൽഫ്. എല്ലാവരും കണ്ടിട്ടുണ്ട് പിങ്കി, അല്ലേ? ഈ പിങ്കിയുടെ ഒരു ഗുട്ടൻസ് എന്താ വെച്ചാൽ ഇത് പിങ്കി തന്നെ ആവണമെന്നില്ല. ഞാൻ എന്നോട് തന്നെ സംസാരിക്കുക, വേണമെങ്കിൽ ഐ ക്യാൻ കീപ്പ് എ പിങ്കി. ഇനിയിപ്പോൾ പിങ്കി ഇല്ലെങ്കിൽ ഐ ക്യാൻ ജസ്റ്റ് ക്ലോസ് മൈ ഐസ് ഓർ ഐ ക്യാൻ ജസ്റ്റ് ടോക്ക് ടു മൈ സെൽഫ്. എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഐ ഹാവ് ടു സ്റ്റാർട്ട് ലൈക്കിങ്. എൻ്റെ മുടി എനിക്ക് ഇഷ്ടമില്ല ടു ഹൗ ഡിഡ് ഐ സ്റ്റാർട്ട് ലവിങ് മൈ ഹെയർ. സത്യമായിട്ടും ഐ ലവ് മൈ ഹെയർ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ ഫസ്റ്റ് TV ചാനലിൽ വരുമ്പോഴും എന്നെ എല്ലാവരും കളിയാക്കും, ഇതെന്താണ് ആഫ്രിക്കയിൽ നിന്നാണോ, എന്താ ആഫ്രിക്കയിലുള്ള പെണ്ണുങ്ങൾ ഭംഗിയല്ലേ, അങ്ങനെയാണ് ഞാൻ ചോദിക്കുക. എനിക്ക് ഇന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ, കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഞാൻ റാൻഡംലി ആണ് വായിക്കാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 25 ക്വസ്റ്റ്യൻ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഹായ്, ഹൗ ആർ യു? I am doing my masters in audiology. I am not able to stay positive nowadays.
workload from college is more stressful and my parents are not understanding. അതായത് വർക്ക് ലോഡ് ആ കുട്ടിക്ക് ഭയങ്കരമാണ്, കോളേജിൽ നിന്നുള്ള വർക്ക് ലോഡ്. പാരൻസ് ആ കുട്ടിയെ മനസ്സിലാക്കുന്നില്ല. മോളെ എന്താ മോളെ ഇത് അല്ല പാരൻസിനോട് they are like, don't waste your time in laptop, I would be doing my work, but they won't understand and they are like, come work in the kitchen because you don't know how to cook and all. നല്ല പാരൻസ്. all this are making me mad, please don't mention my name. അപ്പോൾ ആ പേര് ഞാൻ വെട്ടിക്കളയും. ഓക്കെ, അപ്പോൾ ഈ കുട്ടിയുടെ പ്രശ്നം എന്താ വെച്ചാൽ ആ കുട്ടിയുടെ പാരൻസ് ഇപ്പോൾ ലോക്ക്ഡൗൺ അല്ലേ, കൊച്ചിന് പഠിക്കാനുണ്ടോ അത് അവർ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, വി ഷുഡ് ഓൾവേസ് മാനേജ് ടൈം മാനേജ്മെൻറ്റ് പലർക്കും പറ്റണം. എത്രയോ അമ്മമാർ അല്ലെങ്കിൽ എത്രയോ അച്ഛന്മാർ, എത്രയോ പിള്ളേർ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി അവരുടെ പിള്ളേർക്കുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ജോലിക്ക് പോയി അവിടുത്തെ വർക്കും ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്ന് പിള്ളേരെയും പഠിപ്പിച്ച് പിള്ളേരെ കുളിപ്പിച്ച് കിടത്തി ഉറക്കി പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള വർക്കിൻ്റെ കുറച്ച് പണികളും ചെയ്ത് they are managing time. So I think I will never complain about your parents because parents they want to make you a very complete human being. പല പിള്ളേരുടെ വിചാരം നന്നായി പഠിച്ചു മാത്രം ഇരുന്നാൽ പോരാ. വി ഷുഡ് ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്താണ് പലർക്കും മനസ്സിലായത് കുക്കിംഗ് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ്. ദാറ്റ് ഇസ് സംതിങ് യു നീഡ് ടു ലേൺ. സോ ബേസിക് കുക്കിംഗ് ഒക്കെ പഠിക്കാം. യു ക്യാൻ ഹെൽപ്പ് യുവർ മോം ആൻഡ് ഡാഡ് അറ്റ് ദ ഹൗസ് ഹോൾഡ് തിങ്. അതിന് കുറച്ച് സമയം മാറ്റി വയ്ക്കുക. വെൻ യു ആർ സ്റ്റഡിങ്, ഫോക്കസ് ഓൺ സ്റ്റഡിങ്. പലരും പഠിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും. അല്ല, when you are studying, focus on studying. ബുക്ക് തുറന്നിരിക്കുന്നതിന് മുമ്പ് just close your eyes and say, okay, I'm going to study chapter 9 today. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആണ്. I love this chapter. It is a very important chapter and I love studying എന്നൊക്കെ മനസ്സിനോട് പറയാം. അപ്പം പിങ്കിയാണ് നിങ്ങളുടെ മനസ്സ്. ആദ്യം പിങ്കി പറയാം, അയ്യോ എനിക്ക് പഠിക്കണ്ട, കുറച്ച് നേരം ഇൻസ്റ്റാഗ്രാം നോക്കിയിരിക്കാം, പ്ലീസ് പുതിയ കരിക്കിൻ്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട് അതൊന്ന് കണ്ടാലോ എന്നൊക്കെ പറയും. ഇതാണ് മനസ്സ്. പക്ഷെ മനസ്സ് പാവമാണ്. മനസ്സിന് മാക്സിമം നമ്മൾ ജോളി ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് മനസ്സ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിനോട് പറയണം, പിങ്കി നീ അങ്ങനെ പറയരുത്, നമുക്കാദ്യം ഇത് പഠിച്ചേ പറ്റൂ. ഓക്കെ, പഠിക്കണം. അപ്പം നീ എൻ്റെ കൂടെ ഇരിക്കണം. നീ മനസ്സും കൂടി ഇരുന്നാലേ പഠിക്കാൻ പറ്റൂ. പിങ്കിനെ ഇരുത്തണം. പിങ്കിനെ വഴക്ക് പറഞ്ഞാലൊന്നും പിങ്കി ഇരിക്കില്ല. പിങ്കിക്ക് ഇൻട്രസ്റ്റ് വരണം. അപ്പം ഇങ്ങോട്ട് പറയണം, പിങ്കി നിനക്കറിയാം ഈ ചാപ്റ്റർ ഉണ്ടല്ലോ, ഇതാണ് ചാപ്റ്റർ, ഇത് എഴുതിയ ആളുണ്ടല്ലോ തോമസ് ആൽവ എഡിസൺ, അയാളാണ് ലൈറ്റ് കണ്ടുപിടിച്ചത് എന്നൊക്കെ പറയുക. അപ്പോൾ പിങ്കി പറയും ആണാ എന്ന് പറയും. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കും. ഇപ്പം എൻ്റെ മനസ്സ് വിശ്വസിച്ചില്ല എൻ്റെ മുടി അടിപൊളിയാന്ന്, അതുപോലെ ഐ ലവ് മൈ ഹെയർ, ഐ തിങ്ക് ഇറ്റ്സ് കൂൾ അല്ലേ? അല്ല, അപ്പം നിങ്ങൾ ഇനി പഠിക്കാതിരിക്കുമ്പോഴേ വെറുതെ കൂട്ടിയിരുന്ന് പഠിക്കരുത്. നിങ്ങൾ ആദ്യം പ്രിപ്പയർ. അതായത് നമ്മളിപ്പോൾ ഒരു വിത്ത് വിതയ്ക്കുകയാണ്. നമ്മൾ പുല്ലിൽ വിത്ത് വിതയ്ക്കും. നമ്മളിപ്പോൾ മണ്ണിൽ ഒരു വിത്ത് വിതയ്ക്കുമ്പോൾ എങ്ങനെയാണ് ആദ്യം ആ മണ്ണിനെ നമ്മളിങ്ങനെ ചുരണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് വളം, അപ്പുറത്തെ വീട്ടിലെ പശുവിൻ്റെ ചാണകം, ഇപ്പുറത്തെ വീട്ടിലെ കാക്കത്തീട്ടം അതൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ചൊറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്, അത് കാക്കത്തീട്ടവും ചാണകമൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ആ മണ്ണിങ്ങനെ കുഴച്ച് ഇങ്ങനെ മണത്ത് നോക്കിയാൽ കുറച്ച് നേരം നമ്മൾ ബോധം പോയിട്ട് അവിടെ കിടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോധം വരുമല്ലോ, അമ്മ ഇങ്ങനെ വെള്ളം തെളിക്കുമ്പോൾ നമ്മൾ എണീക്കും. എന്നിട്ട് ആ മണ്ണിലാണ് നമ്മൾ വിത്ത് വിതയ്ക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന പോലെ പഠിക്കുന്നതും അതുപോലെയാണ്. നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല, നിങ്ങളുടെ മനസ്സാണ് പഠിക്കേണ്ടത്. അപ്പം നിങ്ങളുടെ മനസ്സ് പഠിക്കണമെങ്കിൽ ഫസ്റ്റ് മനസ്സിരുത്തി പഠിക്കണം, മനസ്സിരുത്തി പ്രാർത്ഥിക്കണം. ഡാഡി പറയും എപ്പോഴും, മനസ്സിരുത്തി പ്രവർത്തിക്കണം, മനസ്സിരുത്തി പഠിക്കണം, മനസ്സിരുത്തി പ്രാർത്ഥിക്കണം. അപ്പം എങ്ങനെയാണ് ഈ മനസ്സിനിരുത്തുന്നത്? മനസ്സിനെ നമുക്ക് വെറുതെ പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് പറയും പോകാറുന്നു എന്നിട്ട് മനസ്സ് പോയാൽ പിന്നെ നിങ്ങൾ വെറും നിങ്ങളുടെ ശരീരവും മാത്രം, ഇതിനൊന്നും പഠിക്കാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് എന്ത് പഠിക്കണമെങ്കിലും മനസ്സിന് ഇൻട്രസ്റ്റ് കൊണ്ടുവരണം. മനസ്സിനോട് പറയണം, ഡേയ് ഇതൊക്കെ സിമ്പിളടേ, ഇതൊക്കെ സൂപ്പറടേ എന്ന് പഠിക്കണം. എന്നിട്ട് പറയണം, മനസ്സിനോട് പറയണം, ഇത് നീ പഠിച്ചിട്ട് നിനക്ക് 2 പിള്ളേരെ ക്ലാസ്സിൽ നിനക്കിത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണം, അത്രയ്ക്കും എക്സ്പേർട്ടായിരിക്കണം നീ. എന്നിട്ട് നീ പഠിപ്പിച്ച് കൊടുക്കുകയും വേണം. ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഒന്നും മനസ്സിലാവാത്ത 2 പിള്ളേരുണ്ടാവും. നീ അവന് ട്യൂഷൻ എടുക്കണം ഫ്രീ ആയിട്ട് ക്ലാസ്സിൽ. ലഞ്ച് ബ്രേക്കിന് പറയാം, എടാ നീ ആ ബുക്ക് എടുത്തിട്ട് നിനക്ക് ആ സബ്ജക്റ്റ് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായി, ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറയണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം മനസ്സ് പറയുമോ നീ കൊള്ളാമല്ല, നീ പഠിപ്പിക്കുന്ന നീ ഭയങ്കര സോഷ്യൽ വർക്കറാണല്ലോ എന്നൊക്കെ മനസ്സ് വരും. മനസ്സിന് നിന്നോടൊരു ഇഷ്ടം വരും. അപ്പം നമുക്ക് നമ്മളോട് തന്നെ ഒരു വില ഉണ്ടാവും, നമ്മളുടെ ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടായി എന്നൊക്കെ തോന്നും. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ അങ്ങനെയാണ് മനസ്സിരുത്തി. ഇപ്പം എനിക്ക് ഈ കുട്ടിയുടെ അടുത്ത് പറയാനുള്ളത്, പഠിക്കുകയും വേണം, അമ്മേനെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യുകയും വേണം. ബിക്കോസ് അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമ്മയായിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ടൈമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
ചിലപ്പോൾ ഒരു ഉള്ളി അരിഞ്ഞ് കൊടുക്കാനായിരിക്കും, ചിലപ്പോൾ പാത്രം കഴുകാനായിരിക്കും, ചിലപ്പം അമ്മ പറയും നീ എനിക്ക് മറ്റേതൊന്ന് ഇളക്കിക്കേ, ഞാൻ ആ സമയം കൊണ്ട് അതൊന്ന് തേങ്ങ ഒന്ന് ചിരവി തരാമെന്ന്. വെറുതെ ചെയ്തു കൊടുക്കണ്ട അമ്മ എന്നൊക്കെ പറയണ്ട. അങ്ങനെ ചെയ്യാണ്ട് ഈ അരിയുന്ന സമയത്ത് ചോദിക്കണം, അമ്മ പണ്ട് സത്യം പറ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അമ്മ ഏത് സ്കൂളിലാണ് പഠിച്ചത്, എത്ര മാർക്ക് കിട്ടുമായിരുന്നു അമ്മയ്ക്ക് എന്ന് ചോദിക്കുക. അപ്പം അമ്മ പറയാ എനിക്ക് നല്ല മാർക്കായിരുന്നു എന്ന് പറയും. എന്ത് പറയും, അമ്മമാർ ഒരിക്കലും വിട്ടു തരില്ല കേട്ടോ, അത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പം അമ്മ അങ്ങനെ പറയും, അമ്മ എനിക്കറിയാം, ഞാൻ ചേച്ചിയോട് ചോദിച്ചായിരുന്നു എന്ന് പറയാം. അപ്പം ഇല്ല സത്യം പറയാലോ, എനിക്ക് അന്നൊരു ടീച്ചർ ഉണ്ടായിരുന്നു, സുമലത ടീച്ചർ, അങ്ങനെയൊക്കെ അമ്മ ചിലപ്പോൾ പറയും. അപ്പം ആണോ, എന്നിട്ട് ആ ടീച്ചർ ഇപ്പോൾ എവിടെയാണ്? അപ്പം അമ്മ പറയാം അന്ന് ആ ടീച്ചർ ഇപ്പോഴും ഉണ്ട്, അവിടെയാണ് താമസിക്കുന്നത്. നിനക്കറിയോ ഞങ്ങൾ പണ്ട് പൊതിച്ചോറുമായിട്ടാണ് പോവുക ഞങ്ങൾ. അപ്പം പോകുന്ന വഴിക്ക് പൊതിച്ചോറ്. അപ്പം എന്താ അമ്മ നിങ്ങൾ പൊതിച്ചോറുമായിട്ട് പോകുന്നത്? അപ്പോൾ അമ്മ പറയും ഞങ്ങൾക്ക് പൊതിച്ചോറ് കൊണ്ടുപോകുമ്പം ഞങ്ങൾക്ക് തിരിച്ചു വരുമ്പം ഈ ടിഫിൻ ബോക്സ് എടുത്തുകൊണ്ട് വരണ്ടല്ലോ, ബിക്കോസ് 3-4 കിലോമീറ്റർ നടക്കണം. അപ്പോൾ ഈ പൊതിച്ചോറും ആണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോയാൽ മതി, പിന്നെ പാത്രമാണെങ്കിൽ കഴുകണം, അങ്ങനത്തെ കുറേ ചടങ്ങുകളുണ്ട്. അപ്പം അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അങ്ങനെയൊക്കെ അമ്മ പറയും. ഇതെൻ്റെ മമ്മിയുടെ അടുത്ത് ഞാൻ പലപ്പോഴും ഇങ്ങനെയൊക്കെ ചോദിച്ചത് 3 പ്രാവശ്യം പറഞ്ഞ്, എങ്കിലും ഈ കഥ എപ്പോൾ പറഞ്ഞാലും മമ്മിക്കൊരു ത്രില്ലാണ്. ബിക്കോസ് മമ്മി പൊതിച്ചോറ് കൊണ്ടുപോയ കഥ ഇപ്പോഴും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ മനസ്സിൽ കാണും. എന്നിട്ട് മമ്മിയുടെ അടുത്ത് ചോദിക്കും, മമ്മി അന്നൊക്കെ എന്ത് ഉടുപ്പായിടുക നിങ്ങൾ, അന്ന് എന്തായിരുന്നു? അപ്പം മമ്മി പറയും 4 3 ഹാഫ് സാരി അല്ലല്ലോ, പാവാടയും ബ്ലൗസുമാണ് മമ്മി ഇട്ടിരുന്നത്. മമ്മിക്ക് 3 സിസ്റ്റേഴ്സാണ്, അവർ 3 പേരും. അപ്പം ഈ ബ്ലൗസുകൾ അവർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും ഇത്രേ. അതായത് പുതിയ ഡ്രസ്സാണെന്ന് തോന്നാൻ ആ സ്കേർട്ടും ഈ ബ്ലൗസും അതിന് മിക്സ് മാച്ച് ചെയ്ത് ഇടും. പക്ഷെ 4 എണ്ണേ ഉള്ളൂ. എന്നിട്ട് വർഷത്തിൽ ഒരിക്കൽ ഓണത്തിൻ്റെ സമയത്തോ എങ്ങനെയാണ് ആ സമയത്താണ് പുതിയൊരു ഡ്രസ്സ് ഇട്ട്. ഇങ്ങനത്തെ കഥയൊക്കെ അമ്മ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായേ, ശരിക്കും ഞാനും ഒരു അമ്മയായ ഞാനിതുപോലെ ആയിരിക്കില്ലേ അല്ലേ? അപ്പം എൻ്റെ കൊച്ചുങ്ങൾ വിചാരിക്കില്ലേ, അമ്മ ഉള്ളി അരിയാൻ വിളിക്കുന്നു. എടാ ഞാൻ ഉള്ളി അരിയാനാണ് അമ്മയത് അല്ലല്ലോ. കുക്കിംഗ് എന്തുകൊണ്ട് അമ്മ ചെയ്തു തരുന്നത്, നിങ്ങൾ ചാവണ്ടിരിക്കാൻ. സത്യം പറയാലോ, അമ്മമാർ പറയുകയാണ് എനിക്ക് കുക്കിംഗ് ഒന്നും ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞാൽ തീർന്നു, നമ്മളൊക്കെ ചത്ത്. 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ മമ്മി പറയണേ എനിക്ക് കുക്കിംഗ് ഒന്നും ചെയ്യാൻ വയ്യ, നിങ്ങൾ വേണമെങ്കിൽ ബ്രെഡും പാലും കുടിച്ചിട്ട് പോകുമെന്ന് പറയും. നമ്മുടെ അമ്മമാർ സത്യം പറയാൻ സ്നേഹമുള്ള അമ്മമാരാണ്. എന്തൊക്കെ കറികളാണ് വയ്ക്കണേ സത്യം പറയാലോ. അവർക്ക് ശരിക്കും കഞ്ഞിയും ചമ്മന്തി ഒരു മുളകും തന്നാൽ മതി. മേലെപ്പറമ്പിൽ ആൺവീട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? ആ സിനിമ ഒന്ന് കണ്ടു. അതിൽ വെറും മുളകാണ് അമ്മ കൊടുക്കുക. അപ്പൊ അമ്മ ഇസ് നോട്ട് സംബഡി ഹു ഈസ് ജസ്റ്റ് ദേർ ടു കുക്ക്. അമ്മയ്ക്കും ഉണ്ട് കഥകളൊക്കെ പറയാൻ. ചിലപ്പോൾ അമ്മ പറയും എൻ്റെ ഡ്രീം എന്തായിരുന്നു എന്ന് എനിക്കറിയോ, അമ്മ ഏതുകൊണ്ട് ആവാൻ പറ്റാത്തതാണെന്ന് അമ്മ പറയും. നമുക്ക് പല അമ്മമാരും വീട്ടിലുള്ള അമ്മമാർ ഭയങ്കര ഡ്രീമൊക്കെ ഉള്ള അമ്മമാരാട്ടോ. ദേ ഹാഡ് സോ മെനി ഡ്രീംസ്. എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ട്, ഷീ വാസ് എ ലോയർ, ഷീ വാസ് സപ്പോസ് ടു ബി എ ലോയർ. കല്യാണം കഴിച്ചിട്ട് ഷീ ജസ്റ്റ് സാക്രിഫൈസ്ഡ് എവറിത്തിങ് ഫോർ ഹർ ഫാമിലി. ഷീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മദേഴ്സ് ഇൻ അവർ ഫാമിലി. എല്ലാ അമ്മമാരും അങ്ങനെയാണ്. അതേപോലെയാണ് അച്ഛനും. അച്ഛൻ പലപ്പോഴും നമ്മുടെ വീടുകളിൽ അച്ഛൻ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ്, ചില അച്ഛന്മാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, ചില അച്ഛന്മാർ ദേ വെരി സ്ട്രിക്റ്റ് വിത്ത് അവർ ഫാമിലി. അതെന്തുകൊണ്ടാണ്? അവരുടെ വിചാരം സ്ട്രിക്റ്റ് ആണെങ്കിലേ ഞാൻ പറയുന്ന പിള്ളേർ കേൾക്കുള്ളൂ. അച്ഛനും അമ്മയും എല്ലാവരും ഫ്രണ്ട്ലി ആയാൽ ചിലപ്പോൾ എൻ്റെ കൊച്ചു വഴിതെറ്റിപ്പോയാലോ, അപ്പോൾ ഒരാളെങ്കിലും പേടി വേണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ ദേ ഡോണ്ട് നോ ഹൗ ടു കം ബാക്ക് ടു നോർമൽ. ഇപ്പം നമുക്കൊരു 25 വയസ്സൊക്കെ ആയിട്ടും അച്ഛൻ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. പാവ അച്ഛൻ അങ്ങനെയാണ് പഠിച്ചത്. സോ വി നീഡ് ടു ബ്രേക്ക് ദാറ്റ് ഷെൽ. നമുക്ക് ബോധം വെക്കുന്ന ഒരു ഏജിൽ വെൻ വി നോ ദാറ്റ് അവർ പേരൻസ് ആർ ഓൾസോ സപ്പോസ് ടു ബി അവർ ഫ്രണ്ട്സ്, ആ ഏജിൽ യു ഷുഡ് സ്റ്റാർട്ട് ടോക്കിംഗ് ടു യുവർ ഫാദർ. ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമാണ്, അച്ഛനോട് ചോദിക്കുക അച്ഛൻ സത്യം പറ അച്ഛൻ എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്ന് പോയി ചോദിക്കരുത്. പിന്നെ അടി കിട്ടിയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പോയി ക്വസ്റ്റ്യൻ ചോദിക്കുക. അങ്ങനെയൊന്നും ചോദിക്കരുത്, അങ്ങനെയൊന്നും ചോദിക്കരുത്. അച്ഛനോട് ചോദിക്കുക അച്ഛൻ എവിടെ പഠിച്ചത് എന്നൊക്കെ ചോദിക്കുക. സത്യം പറയാം, നിങ്ങളുടെ എത്ര പേർക്ക് അച്ഛൻ ഏത് സ്കൂളിലാണ് പഠിച്ചതെന്നറിയാം? എത്ര പേർക്കറിയാം? അറിയോ? അറിയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അറിയില്ല എന്ന് പറഞ്ഞവർ മാത്രം, അറിയാമെന്ന് പറഞ്ഞവരൊന്ന്, അറിയില്ല എന്ന് പറഞ്ഞവർ ഈ കൈ ലെഫ്റ്റ് കൈ പൊക്കൂ. ഷിയാസിനെ പോലെ പൊക്കരുത്. ഷിയാസ് ലെഫ്റ്റ് പൊക്കാൻ പറഞ്ഞാൽ അവൻ റൈറ്റ് പൊക്കും. പൊക്ക്, ഈ കൈ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ പിച്ചിക്കോ. ഞാൻ പിച്ചില്ല, എനിക്കറിയാം. ഡാഡിയുടെ സ്കൂൾ സൈനിക് സ്കൂളിലാണ് ഡാഡി പഠിച്ചത്, എനിക്കറിയാം. അത് ഞാൻ ചോദിക്കാണ്ട് എൻ്റെ 100 വട്ടം ഡാഡി ഡെയിലി പറയും. പക്ഷെ ചില ഡാഡിമാർ പറയൂലടാ, അവർക്കും പറയാനുണ്ടാവില്ല അവരുടെ കഥയൊക്കെ മക്കളോട്. സോ ഈ ലോക്ക്ഡൗൺ സമയം നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ചാൽ അച്ഛനും അമ്മയായിട്ട് ബെസ്റ്റ് ഫ്രണ്ട് ആവുക. നിങ്ങൾക്ക് ജന്മം തന്ന നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളാണ് ജനിക്കാൻ പോകണമെന്ന് അറിയാണ്ട് ആ വലിയ റിസ്ക് എടുത്ത് അവർ നിങ്ങളെ പ്രസവിച്ചു.
സത്യം പറയാം, അവർക്കറിയാവോ നിങ്ങളാണ് വരാൻ പോകുന്നതെന്ന്? അവർ ഫുൾ ഗാംബ്ലിംഗ് ആയിരുന്നു. ഒരാൾ വന്നു, ഇതെന്താവും ദൈവത്തിനറിയാം, എന്തായാലും പാലും ചോറൊക്കെ കൊടുത്ത് വളർത്തിയപ്പോൾ നിങ്ങളാണ് ആയത്. നല്ലൊരു കൊച്ചാണ് അവർക്ക് വന്നത്. അപ്പം നിങ്ങളത് കാണിച്ചു കൊടുക്കണം. യു ഷുഡ് ഷോ യുവർ സെൽഫ് ടു യുവർ പാരൻസ്. യു ഷുഡ് ബിക്കം യുവർ ഡാഡ് ആൻഡ് മോംസ് ബെസ്റ്റ് ഫ്രണ്ട്. പാവം അവർക്ക് അതില്ലാത്തതുകൊണ്ടാണ് അവർ പാവം ഫുൾ ടൈം മൂന്നാമത്തെ കറിയും കൂടെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ 2 കറിയിൽ ഒതുക്കും. എന്നിട്ട് അറിയാടാ നിനക്ക് ഏത് കറിയാണ് നിൻ്റെ ഇഷ്ടമുള്ള കറി, അത് മാത്രം ഉണ്ടാക്കിയ പോരെ, നമുക്ക് മറ്റേ കഥയും കൂടി ഒന്ന് പറഞ്ഞിരിക്കാം എന്നമ്മ പറയും. ചിലപ്പോൾ ചിലർക്ക് സംസാരിക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്, യുനോ. ബിക്കോസ് ഐ എം സെയിങ് ദിസ് ബിക്കോസ് നാളെ നിങ്ങൾ ജോലി കിട്ടി, ചിലപ്പോൾ നിങ്ങൾ വലിയൊരു കമ്പനിയിലൊക്കെ പോയി, ചിലപ്പോൾ നിങ്ങൾ ദാഹിക്കും, നിങ്ങൾക്ക് അച്ഛനും അമ്മയുടെയും കൂടെ ഒരു 5 മിനിറ്റ് ഇരിക്കാം. പക്ഷേ ആ സമയം ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്തല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നരുത്. അതുകൊണ്ടാണ് ഞാൻ പറയണേ, ഫോണിൽ കൂടെയൊക്കെ സംസാരിക്കാം, അതും ചെയ്യുന്ന കുറേ പേരെ എനിക്കറിയാം. അതായത് വർക്ക് വിട്ട് വന്ന് തിരിച്ചു വന്നിട്ട് ഈ സങ്കടങ്ങൾ ഡിസ്കസ് ചെയ്യരുത്. അച്ഛനും അമ്മേനെയും ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ വേണം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. മാക്സിമം അച്ഛനും അമ്മയുടെ അടുത്ത് കോമഡി പറയുക, ടിൻറ്റുമോൻ ജോക്സ് ഒക്കെ വായിച്ച് കളിക്കുക. ഞാൻ അതൊക്കെ ചെയ്യും. മമ്മിക്ക് എന്നെ കണ്ടുകൂടെ, അതുകൊണ്ട് ടിൻറ്റുമോൻ ബക്കറ്റിൽ എന്തുണ്ട് എന്നൊക്കെ വേണ്ടി ഇങ്ങനത്തെ ജോക്സ് ഒക്കെ വായിക്കും. മമ്മിക്ക് അറിയാമോ എന്ന് പറയും. മമ്മി ഒന്ന് പൊടി അവിടെ നിന്ന്. മമ്മിക്ക് ഇപ്പോഴും ഞാൻ ഒരു ശല്യമാണ്, സത്യം പറയാലോ. അതുപോലെ ആവരുത്. എങ്കിലും മമ്മിക്ക് മാക്സിമം പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഇട്ട് വാങ്ങുക. ചിലപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക, അതിൻ്റെ ഉത്തരം ചിലപ്പോൾ 10 മിനിറ്റ് മമ്മി പറയും. അപ്പം അത് പറഞ്ഞു കഴിയുമ്പോൾ മമ്മിക്കൊരു ചെറുപ്പമായൊരു ഫീലിംഗ് ആണ്. ഇപ്പം LKGയിലത്തെ ഒരു കഥ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് നടന്ന ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, ഞാൻ ശരിക്കും ആ ക്ലാസ്സിലൊക്കെ പോയി എൻ്റെ ടീച്ചറിനെ കണ്ടു. എൻ്റെ ക്ലാസ്സിലെ ടീച്ചർ, പിള്ളേർ, ഞാൻ ആ കൊച്ചായി മാറി. എൻ്റെ തലയിൽ ഒരു റിബണൊക്കെ വന്നു. എൻ്റെ ഇമാജിനേഷനിൽ ഞാനിപ്പോൾ 5ാം ക്ലാസ്സിലാണ്. സോ അച്ഛനും അമ്മയും പ്രായമാവും തോറും അവരെ പ്രായമാവാൻ സമ്മതിക്കരുത്, മനസ്സ് പ്രായമാവാൻ സമ്മതിക്കരുത്. അപ്പം നമ്മൾ മാക്സിമം അവരെ പിടിച്ച് വലിച്ച് അവരെ മറ്റുമെങ്കിൽ LKGയിൽ ഇരുത്തിയിട്ട് ഒരു പിച്ചും കൂടി കൊടുക്കണം. അപ്പോൾ അവർ പറയും, ഹേ ഞാൻ എന്ത് ഇത്ര അലമ്പായല്ലോ എന്നവർക്ക് തോന്നാം. സോ മേക്ക് ദം ഫീൽ ലൈക്ക് ദേ ആർ യങ് അഗൈൻ. ബി പോസിറ്റീവ്. നമ്മൾ പോസിറ്റീവ് ആവാൻ, എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിക്കും, പേളി ഹൗ യു ആർ സോ പോസിറ്റീവ്. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പോസിറ്റീവ് ആവുന്ന, ഏറ്റവും പോസിറ്റീവ് ആയിരിക്കുന്ന ടൈം എപ്പോഴാണെന്നറിയോ? ഈ ക്യാമറയുടെ മുമ്പിലാണ്. നിങ്ങളെ ഹാപ്പി ആക്കുമ്പോഴാണ് ഞാൻ ഹാപ്പി. അതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യരങ്ങനെയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് ഞാൻ 1 കോടി രൂപ, ഒരു വലിയ ബംഗ്ലാവ് ഞാൻ നിങ്ങൾക്ക് തരാം. വലിയ ബംഗ്ലാവ്, അതായത് സ്വിമ്മിംഗ് പൂള് വിത്ത് ജക്കൂസി, എല്ലാം ഉള്ളൊരു ബംഗ്ലാവ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് സമാധാനമായി. 1 കോടി രൂപ, ജക്കൂസിയാ, അതിൽ ഹോട്ട് വാട്ടർ ഉണ്ടല്ലോ, ഉണ്ട്. ഫുഡ്, അൺലിമിറ്റഡ് ഫുഡ്, ഫ്രീസർ അവിടെ ഇവിടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഫുഡും ഞാൻ തരാം, എല്ലാം തരാം. ഗെയിമിംഗ് സ്റ്റേഷൻ, ആ സ്റ്റേഷൻ, ഈ സ്റ്റേഷൻ, എല്ലാം തരാം. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് ആ വീട്ടിൽ ജീവിക്കണം. പറ്റുമോ? ഫോൺ വിളിക്കാൻ പറ്റില്ല. നിങ്ങളെ ഇഷ്ടമുള്ളവരെ നിങ്ങൾക്ക് ഫോൺ വിളിക്കാൻ പറ്റില്ല. യു കാൺ ചാറ്റ് വിത്ത് അനദർ പേഴ്സൺ. അങ്ങനത്തെ കുറച്ച് റിസ്ട്രിക്ഷൻ ഉണ്ട്. വിൽ യു ബി ഹാപ്പി? നല്ല ഓഫർ അല്ലേ? ബംഗ്ലാവുണ്ട്, ഫുഡുണ്ട്, പൈസയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ യു ഡോണ്ട് ഹാവ് അനദർ പേഴ്സൺ. വേറൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് ഒരു ടച്ച് ഇല്ല. എങ്ങനെയുണ്ട്? ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മളൊക്കെ ഈ കഷ്ടപ്പെടുന്നത്, പൈസ ഉണ്ടാക്കുന്നത്, ഇതൊന്നും നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് ആർക്കോ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളൊരു അച്ഛനാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്. എങ്കിൽ വൈ കാൺട്ട് യു സ്പെൻഡ് ടൈം വിത്ത് യുവർ ചിൽഡ്രൻ? എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ എപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് കാണുന്നത്? ഒരു 4ാം ക്ലാസ് പയ്യനോട് എന്തിനാണ് നീ പഠിച്ചോ എന്ന് ചോദിക്കുന്നത്, അവനോട് മോനെ ഇങ്ങോട്ട് വാടാ, എന്തൊക്കെയുണ്ട് വിശേഷം, സ്കൂളിൽ നിന്ന്, ടീച്ചർ എങ്ങനെയുണ്ട്, നീ ക്രിക്കറ്റ് കളിച്ചാ, ക്ലാസ് കട്ട് ചെയ്തിട്ട് നീ ക്രിക്കറ്റ്, ഞാനും അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ അവന് തോന്നുന്നു അച്ഛനും എന്നെ പോലെയാണല്ലേ. ഇതെന്തോ പിള്ളേരുടെ വിചാരം ലോകം മുഴുവൻ പെർഫെക്റ്റ് ആവാൻ മാത്രമാണ് ഇങ്ങനെ ആയിപ്പോയെന്നാണ് അവൻ്റെ വിചാരം. സോ മേക്ക് ദം ഫീൽ ലൈക്ക് ഇറ്റ്സ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ്. തെറ്റ് എല്ലാവരും ചെയ്യും, വിഷമം എല്ലാവർക്കും വരാം. ടെലിങ് യു, ഈ വീഡിയോ കഴിഞ്ഞ് ഇനി ഞാൻ കുറച്ചു നേരം പോയിരുന്നു കരയാൻ പോകണം. ഞാൻ സത്യമായിട്ട് ഞാൻ അങ്ങനെ പോസിറ്റീവ് ഒന്നുമില്ല, അങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ പറയില്ല. ഫുൾ ടൈം പോസിറ്റീവായിട്ട് ആരും ഇരിക്കരുത്. നമ്മൾ പറയില്ലേ എല്ലാവരും പെർഫെക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. വി ആർ ഓൾ ട്രൈങ് ടു ബി പെർഫെക്റ്റ്. ദർ ഇസ് നോ നീഡ് ടു ബി പെർഫെക്റ്റ്. ജസ്റ്റ് ബി യുവർ സെൽഫ്, ജസ്റ്റ് ബി ഹാപ്പി. മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. മാക്സിമം ഇപ്പം നിങ്ങളുടെ ലൈഫ് ഇമാജിൻ ലെറ്റ്സ് സേ 10 ദിവസമാണ് നിങ്ങളുടെ ലൈഫ് സ്പാൻ എന്ന് നമുക്കൊരു ഗസ് ചെയ്യാം. 10 ദിവസം, നമ്മുടെ ഫുൾ 100 വർഷം എന്നൊക്കെ പറയുന്ന പോലെ 10 ദിവസം. ഈ 10 ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 4 ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു 6 ദിവസം ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ലേ? 4 ദിവസം നമ്മൾ കരഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ഹാപ്പി ആയിരിക്കാൻ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു ഈസി മെത്തേഡ് മറ്റുള്ളവരെ ഹാപ്പി ആക്കുന്നതാണ്. അത് നമ്മുടെ അടുത്തുള്ളവരായിരിക്കും, നമ്മുടെ അമ്മയായിരിക്കും,
ചിലപ്പോൾ അമ്മ പാവം എന്തുകൊണ്ടാണ് ഈ അമ്മ സീരിയൽ കണ്ട് അഡിക്റ്റ് ആയത്? നമ്മൾ സംസാരിക്കണല്ലോ അമ്മയുടെ അടുത്ത്. സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്? പിന്നെയും ഫോണിൽ പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്ക് ഫുഡ് തരുന്നതും പ്രസവിച്ചതും നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അമ്മ നമ്മളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്ക്. മനസ്സിലായോ? വി ഷുഡ് കണക്ട് വിത്ത് അവർ ഫാമിലി. അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് ഫ്രണ്ട്സ് ആവുക. അച്ഛനോട് പറയാം, അച്ഛൻ നമുക്കിന്ന് ലൂഡോ കളിച്ചാലോ? പറയാം. അച്ഛൻ പറയേ ലൂഡോ എനിക്ക് അറിഞ്ഞൂടാ മോനെ, എനിക്കിതൊന്നും അറിഞ്ഞൂടാന്ന്. അച്ഛൻ വാ അച്ഛൻ നമുക്ക് ഒരുമിച്ച് കളിക്കാം. അതിനെ പഠിപ്പിക്കണം. അച്ഛനോട് പറയാം, അച്ഛൻ നമുക്ക് വല്ല ഇങ്ങനെ ഈ ഒരു സിനിമ നല്ല സിനിമയാണ്, നമുക്ക് ഒരുമിച്ച് നെറ്റ്ഫ്ലിക്സിൽ. അപ്പം അച്ഛൻ പറയും ഞാൻ ഇംഗ്ലീഷ് സിനിമ ഒന്നും കാണൂല എന്ന് പറയും. ഞാൻ പറഞ്ഞു തരാം, നമുക്ക് പോസ് ചെയ്ത് കണ്ടാൽ മതി. മറ്റേ സീനൊക്കെ വരുമ്പോൾ ഫോർവേഡ് ചെയ്യണേ. പിന്നെ അച്ഛൻ നിന്നെ ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ചില നെറ്റ്ഫ്ലിക്സിലെ ചില സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോഴേക്കും അയ്യോ ഈ സീനൊക്കെ എവിടെ നിന്ന്. അതുകൊണ്ട് നിങ്ങൾ കണ്ട സിനിമയാണ് കാണിക്കാൻ പറ്റും. വലിയ റിസ്ക് ഒന്നും എടുക്കരുത്. പിന്നെ അച്ഛനോട് സംസാരിക്കും. അച്ഛൻ്റെ ഡ്രീം എന്തായിരുന്നു അച്ഛൻ? അപ്പോൾ അച്ഛൻ പറയും മോനെ എൻ്റെ ഡ്രീം ഇതായിരുന്നു. എൻ്റെ ഡ്രീം എന്ന് വെച്ചാൽ ചിലപ്പം ഭയങ്കര ഒരു റിസ്ക്കി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നായിരിക്കും അച്ഛൻ്റെ ഡ്രീം. പക്ഷെ നീ അപ്പോഴാണ് ജനിച്ചേടാ. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഒരു സാലറി ഉള്ളൊരു ജോബ് വേണം. ബിക്കോസ് നിനക്ക് പാൽപ്പൊടി നിൻ്റെ ചിലവുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഡ്രീം വേണ്ടെന്ന് വെച്ചു. നിനക്ക് വേണ്ടി ഞാനൊരു കമ്പനിയിൽ ഈ ജോലി എടുത്തു. പക്ഷെ നല്ല സാലറി ആയിരുന്നു. പക്ഷെ ഇപ്പോഴും ആ ഡ്രീം എൻ്റെ അകത്തുണ്ട്. അപ്പം നീ ചോദിക്കാം എന്തായിരുന്നു അച്ഛാ ആ ഡ്രീം? ചിലപ്പോൾ അച്ഛൻ പറയും എനിക്ക് പടം വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. എന്നിട്ട് അച്ഛൻ പറയും ഞാൻ ചെറുപ്പത്തിൽ കുറേ വരയ്ക്കുമായിരുന്നു അറിയോ. അടുത്ത ബർത്ത്ഡേക്ക് അച്ഛന് നീ വാങ്ങിച്ചു കൊടുക്കേണ്ട ഗിഫ്റ്റ് എന്താണെന്ന് ഇപ്പോഴേ നിനക്ക് മനസ്സിലായല്ലോ. നല്ലൊരു ബ്രഷും ഒരു ബോർഡും എല്ലാം വാങ്ങിച്ചു കൊടുക്കണം. നിൻ്റെ ഡ്രീമിന് വേണ്ടി, നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി നിങ്ങളുടെ അച്ഛനും അമ്മയും എന്തോരം കഷ്ടപ്പെട്ടു. അവരുടെ ഡ്രീം എന്താണെന്ന്, അവർ ഡ്രീമൊക്കെ ഒരിക്കലും നശിച്ചു പോയില്ല കേട്ടോ. ഇഫ് യുവർ മോം വാണ്ടഡ് ടു ബി എ സിംഗർ ആൻഡ് ഷീ നെവർ ബിക്കെയിം, ഷീ സ്റ്റിൽ ഹാസ് ദ ഡ്രീം ഓഫ് ബിക്കമിങ് എ സിംഗർ. അതിപ്പോഴും അകത്തുണ്ട്. അമ്മേനെ പാടിപ്പിക്കണം. നിങ്ങളുടെ മകന് ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾ പാടിപ്പിക്കില്ലേ? അവനെ കൊണ്ട് ചെയ്യിപ്പിക്കില്ലേ? അവനെ മാക്സിമം പുഷ് ചെയ്യില്ല. അതേപോലെ നിങ്ങളുടെ പാരൻസിൻ്റെ ഡ്രീംസ് ഒരു പരിധിവരെ നിങ്ങൾക്ക് പറ്റുന്ന അത്ര നിങ്ങളും അത് യാഥാർത്ഥ്യമാക്കി കൊടുക്കണം. നിങ്ങളുടെ അച്ഛൻ പറയും എനിക്ക് ഒരു റേസർ ആവണം എന്നായിരുന്നു, ഒരു കാറിൽ ഓടിക്കണം എന്നായിരുന്നു, പക്ഷെ ഡ്രൈവിംഗ് പഠിക്കാൻ പോലും സമയം കിട്ടില്ല മോനെ എന്ന് പറയും. അച്ഛനെ പഠിപ്പിക്കണം. അതെന്താണെന്ന് എനിക്കറിയില്ല. ഐ എം ജസ്റ്റ് ഗിവിങ് യു എ ഹിന്റ്. ഐ വാണ്ട് ടു സേ ദാറ്റ് നമ്മൾ എത്ര ബിസി ലൈഫാണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും യു ഷുഡ് സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫാമിലി. ഫാമിലി കംസ് ഫസ്റ്റ്. എനിക്കൊക്കെ കുറേ ഫ്രണ്ട്സുള്ള ഒരാളായിരുന്നു, കുറേ ഫ്രണ്ട്സുള്ള ആളായിരുന്നു. പക്ഷെ അതിൽ കുറച്ച് പേരാണ് ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളത്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ ഒന്ന് ആലോചിക്കുക, എൻ്റെ ഈ സ്വഭാവത്തിന് എന്തോരം ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നായിരിക്കും, എന്തോരം ഫ്രണ്ട്സ്. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാൽ അവരൊക്കെ ബിസി ആയി പോകും. പിന്നെ നമുക്ക് നമ്മുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. സോ യു ഷുഡ് സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫാമിലി. മേക്ക് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് അമ്മയുടെ അടുത്ത് ആരെയും ചോദിച്ചാൽ പറയാം എൻ്റെ മോളാണ്. എൻ്റെ എല്ലാ കഥകളും അവൾക്ക് അറിയാമെന്ന് പറയണം. എൻ്റെ എല്ലാ കഥകളും, എൻ്റെ ഇഷ്ടങ്ങൾ അറിയാം, എൻ്റെ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ അറിയാം. വീട്ടിൽ അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇരുന്ന് കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ അമ്മയുടെ വിഷമം ഒരു ചെറിയ വിഷമമായിരിക്കും. ഇന്നലെ അമ്മ ഇഷ്ടപ്പെട്ടൊരു കറി ഉണ്ടാക്കി, നിങ്ങൾ ആരും അത് കഴിച്ചില്ല. എന്നിട്ട് അമ്മ അത് കളയേണ്ടി വന്നു. 3 ദിവസം അമ്മ അത് ഫ്രിഡ്ജ് വെച്ചു. 4-ാം ദിവസം അമ്മ അതെടുത്ത് കളഞ്ഞു. ഇത് അമ്മയ്ക്ക് വിഷമമായിരിക്കും. ബിക്കോസ് കുക്കിംഗ് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഒരു കറി ഉണ്ടാക്കാൻ എന്ത് പാടാന്ന്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. അമ്മ സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല, എനിക്കത് ഇഷ്ടമല്ല, എനിക്കിത് വേണ്ട, അങ്ങനെ പറയുന്നതിന് നല്ലത് നിങ്ങൾ കഴിച്ചിട്ട് ചത്തു പോകണമെങ്കിൽ ചത്തു വയ്ക്കോ. എന്ത് ചിലർ പറയും എനിക്ക് ബീട്രൂട്ട് ഇഷ്ടമേ ഉള്ള എന്നൊക്കെ പറയും. അടിച്ച് കഴിക്കേ. ബീട്രൂട്ടൊക്കെ കഴിച്ചിട്ടാണ് എൻ്റെ ചുണ്ടിങ്ങനെ ഇരിക്കുന്നത്. അമ്മ പറയണൊക്കെ കേക്ക് മക്കളെ പ്ലീസ്. അമ്മയ്ക്ക് നിങ്ങളല്ലേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ വാട്സാപ്പ് ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കണമെങ്കിൽ മറ്റുള്ളവരെ പോസിറ്റീവ് ആക്കുക. പറ്റുമെങ്കിൽ ഇന്നത്തെ ഈ ഒരു ലെസൺ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. ഞാൻ ഇന്ന് എന്താ ഉദ്ദേശിച്ചതെന്ന് പോലും എനിക്കാണ് കൂടെ പറയാൻ. പക്ഷെ എനിക്ക് നിങ്ങളെയൊക്കെ ഞാൻ ഫ്രണ്ട്സായിട്ട് കാണുന്നത്, ബഡീസ്, ചഡ്ഡി ബഡീസ്. അപ്പോൾ നിങ്ങൾ ആരാ കാണുന്നതെന്ന് പോലും എനിക്കറിയാം കൂടെ. സത്യം പറയല്ലോ, ഇതിൽ വല്ല അപ്പൂപ്പനുണ്ടോ? ഇതിനകത്ത് ചിലപ്പോൾ ഒരു കുഞ്ഞു കൊച്ചുണ്ടാവും, ചിലപ്പോൾ ഒരു 4 വയസ്സുള്ള ഒരു കൊച്ചായിരിക്കും ഈ പേളിച്ചിരിക്കുന്ന വട്ടാണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ബിക്കോസ് എൻ്റെ ഗ്രാഫിക്സ് ഞാൻ നോക്കി. എൻ്റെ പുറകിൽ ഒരു സാധനം വരും യൂട്യൂബിൽ ഇങ്ങനെ പല പല സാധനങ്ങൾ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ്, ഗ്രാഫിക്സ്, ഇൻസൈറ്റ്സിൽ വരുന്ന എല്ലാ ഏജ് ഗ്രൂപ്പും ഉണ്ടെന്ന്. അപ്പം ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആരോട് ഞാൻ സംസാരിക്കാം. അപ്പോൾ എനിക്ക് മനസ്സിലായി ജനറലായിട്ട് അങ്ങോട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്.
പക്ഷേ മെജോറിറ്റി എന്ന് പറയുന്നത് ഒരു 18 years to 25 ആണ് എൻ്റെ ഒരു മെജോറിറ്റി ഓഡിയൻസ്. പിന്നെ ഉള്ളതൊരു 40 ബിലോ ഉള്ള ഒരു ഓഡിയൻസ് ഉണ്ട്. ബിലോ 18 കുറേ പിള്ളേരൊക്കെ ഉണ്ട്. സോ ഐ ഡോണ്ട് നോ ഹൗ ടു. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഞാനിപ്പോൾ പറഞ്ഞത് മിക്കവർക്കും ഉള്ളതാണ്, ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ലോക്ക്ഡൗൺ സമയമാണ്. ഇത് എത്ര പേര് കാണുന്നു സത്യമായിട്ടും എനിക്കറിയില്ല. പക്ഷെ കാണുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഈ കാണുന്ന ഓരോരുത്തരുടെയും എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വൈ ഐ മെയ്ഡ് ദിസ് വീഡിയോ. ഐ വോണ്ട് യു ടു ഓൾ ബി ഹാപ്പി. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ടോക്ക് ടു യുവർ സെൽഫ്. ആൻഡ് ഇഫ് യു ഹാവ് യുവർ മദർ ആൻഡ് യുവർ ഫാദർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആവാം, ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, ചിലപ്പോൾ നിങ്ങളുടെ മക്കളാവാം, ചിലപ്പോൾ നിങ്ങളുടെ ബ്രദർ സിസ്റ്റർ ആവാം, ആരെങ്കിലും ആവാം. ജസ്റ്റ് ടോക്ക് ടു ദം. ആൻഡ് വെൻ യു ആർ ടോക്കിംഗ്, ലിസൺ ടു ദം, ലെറ്റ് ദം ടോക്ക്. ഇഷ്ടമുള്ള ടോപ്പിക്സ് സംസാരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് ഓൾവേസ് ലവ് യുവർ സെൽഫ്. ഈ വീഡിയോ കഴിഞ്ഞ അപ്പം തന്നെ നേരെ ബാത്റൂമിൽ പോയിട്ട്, ബാത്റൂമിൽ കണ്ണാടി ഉണ്ടെങ്കിൽ ലുക്ക് ഇൻ ടു ദ മിറർ ആൻഡ് സേ ഐ ലവ് യു. കണ്ണാടി നോക്കിയിട്ട് നിങ്ങളുടെ പേര് പറയുക. ഇഫ് യുവർ നെയിം ഇസ് സിബിൻ, ഹേ സിബിൻ, I love you, da. You're the best. You're strong. You're so handsome. ആൾക്കാർ എന്തോ പറഞ്ഞോട്ടെ, ഐ നോ യു ആർ സ്ട്രോങ്. നിനക്ക് ആ ജോലി കിട്ടും. യു ക്യാൻ വിൻ ദിസ് കോമ്പറ്റീഷൻ. ജോലി ഇപ്പോൾ ഒരെണ്ണം പോയിട്ടുണ്ടെങ്കിൽ പോട്ടെ, ഇതിനും നല്ലത് വരും. വിശ്വസിക്കണം. കണ്ണാടി നോക്കിയിട്ട് ടോക്ക് ടു യുവർ സെൽഫ്, ബിക്കോസ് യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ അതാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ നല്ലത് വരില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അതേ നടക്കുള്ളൂ. ബട്ട് ഇഫ് യു ബിലീവ് നിങ്ങളുടെ ലൈഫിൽ നല്ലത് വരും. ആൻഡ് യു ഹാവ് ടു ബിലീവ് ഫ്രം ദ ഡെപ്ത് ഓഫ് യുവർ ഹാർട്ട്. ഹാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ വിശ്വസിക്കണം. പുറമേ പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളിൽ നിന്ന് വിശ്വസിക്കണമെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ജിമ്മിൽ പോണ പോലെയാണ്. ഡെയിലി വർക്കൗട്ട് ചെയ്യുക. നിങ്ങളുടെ മനസ്സിനെ വെച്ച് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുക. മനസ്സിൻ്റെ വർക്കൗട്ടാണ് ഐ എം സ്ട്രോങ്, ഐ എം സ്ട്രോങ്. ഒരു പ്രാവശ്യം ഡംബിൽ എടുത്തിട്ട് കാര്യമില്ല, വെയിറ്റ് കുറയില്ല. ഡംബിൽ ഡെയിലി എടുക്കണം. ചില സമയത്ത് മസിലൊക്കെ കീറി വേദന എടുക്കണം അത് വെച്ചിട്ട്. പക്ഷെ ഇവിടെ ഫിസിക്കൽ പെയിൻ അല്ല, ഇമോഷണൽ പെയിൻ ആയിരിക്കും. ഐ ആം സ്ട്രോങ് എന്ന് പറയുമ്പോൾ അകത്തുനിന്ന് പണ്ടൊക്കെ കുറേ പേര് പറഞ്ഞു നിന്നെക്കൊണ്ടൊന്നും കൊള്ളില്ല. ആ ഒച്ചകളൊക്കെ നിങ്ങളുടെ തലയിൽ ഇങ്ങനെ വരും. അപ്പം നിങ്ങൾ തിരിച്ചു പറയണം. ആ ഒച്ചകളെയൊക്കെ നിങ്ങൾ സൈലൻസ് ചെയ്യണ പോലെ നിങ്ങളുടെ മനസ്സിന്ന് സൗണ്ടിൽ പറയണം ഐ ആം സ്ട്രോങ്, ഐ ആം സ്ട്രോങ്. എനിക്കറിയാം ഐ ആം സ്ട്രോങ്. The day you start believing you're strong, the day you start believing I'm happy, then you can spread that strength. Then you can spread that happiness. I am positive. പറയണം. So strong that നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് ഇരുന്നാൽ തന്നെ അവൻ പോസിറ്റീവ് ആയി പോകും. You'll attract people towards you if you are positive. എനിക്ക് എങ്ങനത്തെ ഫ്രണ്ട്സാണ് വേണ്ടതെന്ന് ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയാം I want somebody happy. I want positive friends. So be that person. നിങ്ങളുടെ പോസിറ്റീവ് എനർജി കാണണം മാത്രം ചിലപ്പോൾ നല്ലൊരു ജോലി നിങ്ങൾക്ക് കിട്ടും. ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലും എന്താണെങ്കിലും അത് ഞാൻ വേറൊരു ഇതിൽ ഞാൻ സംസാരിക്കാം. പക്ഷേ ടുഡേ ദിസ് ഇസ് മൈ മെസ്സേജ്. ടോക്ക് ടു യുവർ സെൽഫ്. ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ടോക്ക് ടു യുവർ സെൽഫ്. ഐ ആം സ്ട്രോങ്, ഐ ആം ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി ചേർക്കാം. ഐ ആം സക്സസ്ഫുൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി ചേർക്കാം. ആൻഡ് ഡു യുവർ ബെസ്റ്റ്. ഐ ലവ് യു ആൾ. ബൈ. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 holy mighty show. Oh, oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Holy mighty show.